Hello everyone, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴി നിറച്ചതാണ്. അതിന് ആവശ്യമായിട്ട് ഒരു ഫുൾ ക്ലീൻ ആയിട്ടുള്ള കോഴിയാണ് 1 kg എടുത്തിട്ട്. ഇതിന് വേണ്ടിയുള്ള മസാല ചേരുവകൾക്ക് വേണ്ടിയിട്ട് മുളക് പൊടി 4 ടേബിൾസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 10 എണ്ണം, ചെറിയ ജീരകം, കുരുമുളക്, വേപ്പില, ഇഞ്ചി, മല്ലിച്ചെപ്പ്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഞാനത് മിക്സിയിലിട്ട് അടിച്ചു നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളത് രണ്ട് ടേബിൾസ്പൂൺ യോഗർട്ട് ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം വിനാഗിരി 1 സ്പൂൺ വിനാഗിരി, അതായത് സുർക്ക 1 സ്പൂണോ 2 സ്പൂണോ യൂസ് ചെയ്യുക. എന്നിട്ട് എല്ലാ മസാലയും കൂടി ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. ചിക്കനിൽ ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിക്കും. ഇനി ഒരു അരമണിക്കൂർ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂറായിട്ടുണ്ട്. അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ലേശം ഓയിൽ ഒഴിക്കുക. നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ച ചിക്കൻ അതിലേക്ക് വെക്കുക. ചിക്കനിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ഒരു 2 വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഹാഫ് വേവിലാണ് എടുക്കുന്നത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വെള്ളം അതിലുണ്ടായിരുന്നു. ഈ വെള്ളം നമ്മൾ കളയരുത്. ഇതിന് മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം ആവശ്യമുണ്ട്. അതിനുശേഷം ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ അതിലേക്ക് വെക്കുക. നന്നായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി 1.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടാകുന്ന അതിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മസാലയിൽ. ഇനി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച ശേഷം സവാള ആഡ് ചെയ്യുക. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ആഡ് ചെയ്യുക. അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ശേഷം തക്കാളി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ഒരു ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 1 ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഈ മസാലയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുക. വേപ്പില മല്ലിച്ചെപ്പ് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക.
അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ചിക്കനിൽ മസാല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടി, ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.